السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. മാന്യ സഹോദര സഹോദരിമാരെ, അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ നാം നടത്തുന്ന 83ാമത്തെ മജ്ലിസിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അഹ്ലുബൈത്തുമായി ഈ ഉമ്മത്തിനുണ്ടായ അഭേദ്യമായ ബന്ധം, ഒരിക്കലും മുറിച്ചു കളയാൻ കഴിയാത്ത ആ ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുമ്മ് എന്ന പ്രദേശത്തെ ഒരു നീർച്ചാലിന് അരികിൽ വെച്ച്, ഒരു ചെറിയ വെള്ളത്തടാകത്തിന്റെ അരികിൽ വെച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മദീനകൾക്കിടയിലുള്ള യാത്രയിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടിയതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഈ ഹദീസിൽ ധാരാളം തലങ്ങളുണ്ട്, ധാരാളം ഭാഗങ്ങളുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ബഹുമാനപ്പെട്ട മുഹദ്ദിസുകൾക്കിടയിൽ ഏറെ ചർച്ചയ്ക്ക് വിധേയമായ ഒരു ഹദീസാണ്. മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത, ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വളരെ പ്രാമാണികമായ ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന പ്രധാനപ്പെട്ട ഹദീസാണ്. അതിന്റെ ഒരു തലം മാത്രം ഈ സന്ദർഭത്തിൽ ഇത് ഇനിയും ഉദ്ധരിക്കേണ്ട ചില സാഹചര്യങ്ങൾ വേറെയുമുണ്ട്. അത് പിന്നീട് അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഞാൻ പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുമ്മ് എന്ന ഈ പ്രദേശത്തെ നീർച്ചാലിനരികിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചതിനു ശേഷം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്കിടയിൽ പ്രഭാഷണം നടത്തി. എന്താണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി, അല്ലാഹുവിനെ ഏറെ പ്രശംസിക്കുകയും അല്ലാഹുവിന്റെ സനാഇകളിൽ നിന്ന് എടുത്തു പറയുകയും ചെയ്തതിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം സ്വഹാബികളുള്ള ആ യാത്രയിൽ ഓർമ്മപ്പെടുത്തിയത് എന്താണ്? അമ്മാ ബഅദു അയ്യുഹന്നാസ് അലാ അയ്യുഹന്നാസ് ഫഇന്നമാ അന ബശറുൻ യൂശികു അൻ യഅതിയ റസൂലു റബ്ബി ഫഉജീബ. ഞാനൊരു മനുഷ്യനാണ്, അല്ലാഹുവിന്റെ ദൂതൻ എന്റെ അരികിൽ വരികയും ഞാൻ ഉത്തരം കൊടുക്കുകയും ചെയ്യാനുള്ള സന്ദർഭം ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിന്റെ ദൂതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുൽ മൗത്ത് സയ്യിദുനാ ഇസ്രായീലാണ് അലൈഹിസ്സലാം. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അരികിൽ വരികയും ഞാൻ ഉത്തരം നൽകുകയും ചെയ്യേണ്ട ഒരു ഘട്ടം എപ്പോഴും അടുത്തു വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അഥവാ മഹാനായ സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അരികിൽ വരികയും മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുകയും ഈ ലോകത്ത് നിന്ന് തന്നെ ഞാൻ വിട പറഞ്ഞു പോകാനുള്ള സന്ദർഭം ഇതാ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അരികിൽ വരികയും ഞാൻ ഉത്തരം കൊടുക്കാൻ അടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയേണ്ട ഒരു കാര്യം എന്താണ്? എങ്ങാനും അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു പോയാൽ, എനിക്ക് ആ കാര്യം നിങ്ങളെ ധരിപ്പിക്കാൻ കഴിയാതെ വന്നാൽ വളരെ വലിയ ഒരു വീഴ്ച നമ്മുടെ സമുദായത്തിന് സംഭവിച്ചു പോകും എന്നതുകൊണ്ടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാലോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഉമ്മത്തിന് വലിയ റഹീമാണ്, റഹീമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് ഏറെ കരുണയുള്ളവരാണ് എന്ന് മാത്രമല്ല മാലോകരോട് തന്നെ കരുണയുള്ളവനായിട്ടാണ് ഹബീബായ നബി അയച്ചിട്ടുള്ളത്. വിശ്വാസികൾ മാത്രമല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സകല ലോകത്തോടും ഏറെ കരുണയുള്ളവനായിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. അതിഗൗരവവും അതിപ്രധാനവുമായ ഒരു വിഷയം ഞാൻ നിങ്ങളെ ധരിപ്പിക്കാതെ വന്നാൽ വലിയ ഒരു ആപത്ത് പിൽക്കാലഘട്ടത്തിൽ എല്ലാവരെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട കാര്യം കണക്കിലെടുത്തു വന്നാലോ, അതിനെ കണക്കിലെടുക്കുന്നവരെങ്കിലും ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും എന്ന് സാരം. എല്ലാവരും രക്ഷപ്പെടുമെന്നല്ല, ഒരു അഡ്വൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരുണ്ടാവും. വിശ്വാസിൽ ഉണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്. വിശ്വാസികൾ എല്ലാവരും സ്വീകരിക്കും. യഥാർത്ഥ സത്യവിശ്വാസികൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഏത് കാര്യവും വളരെ ഗൗരവമായി സ്വീകരിക്കും. അല്ലാത്തവരോ അവർക്ക് തന്നെ നാശം വരുത്തിക്കൊണ്ട് അതിനെ തള്ളിക്കളയും. അള്ളാഹുവിന്റെ റസൂലും പറയുന്ന ഏത് കാര്യവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മനുഷ്യനും, അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂലും പറയുന്ന കാര്യം ഏറ്റവും ഗുണകരമായിരിക്കും. അത് ഫിസിക്കൽ അഡ്വൈസ് ആണെങ്കിലും വേണ്ടില്ല, സ്പിരിച്വൽ അഡ്വൈസ് ആയാലും വേണ്ടില്ല, ഏത് തരത്തിലുള്ള കാര്യമാണെങ്കിലും അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറെ ഗുണകരമായിരിക്കുമെന്ന് മാത്രമല്ല, അതിന്റെ നിരാകരണത്തിൽ, അതിന്റെ വിരുദ്ധതയിൽ ഏറെ നാശവും ഉണ്ടാവും. എന്തുകൊണ്ട്? പ്രപഞ്ചഘടനയുടെ അടിസ്ഥാനത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് അള്ളാഹും റസൂലും സംസാരിക്കുക. അള്ളാഹു സംസാരിച്ചതല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സംസാരിക്കുകയില്ല. അത് പ്രപഞ്ചഘടനയുടെ നിയതമായ രീതിയായിരിക്കും. ആ രീതിക്ക് വിരുദ്ധമായ ഒരു കാര്യം പുണ്യ റസൂൽ പറയൂല. എന്തുകൊണ്ട്? പുണ്യ റസൂൽ റസൂലായതുകൊണ്ട് തന്നെ. എന്താണ് ഈ റസൂൽ എന്ന വാക്കിന്റെ അർത്ഥം? അള്ളാഹു കൽപ്പിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മാനവ സമൂഹത്തിന്റെ മുന്നിൽ ഏൽപ്പിക്കാൻ വന്ന ആളാണല്ലോ ദൂതൻ. എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്ന പുണ്യ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഗുണകരമല്ലാത്ത കാര്യം പറയില്ല. ഉറപ്പ്, യാതൊരു സംശയം വേണ്ട. അതിന്റെ സ്വീകാര്യതയിൽ എല്ലാവരും രക്ഷപ്പെടും. ഇവിടെ പുണ്യ റസൂൽ എന്താ പറയുന്നത്? ഞാൻ അള്ളാഹുവിന്റെ ദൂതന് ഉത്തരം നൽകാനുള്ള സന്ദർഭമായിരിക്കുന്നു. ഇവിടെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി പറയുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് ഏറെ കഴിയുന്നതിന് മുമ്പ് ഹബീബായ നബി വഫാത്താവുകയും ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം കഴിഞ്ഞ് ഏറെ കഴിയുന്നതിന് മുമ്പ് ഹബീബ് വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മരണത്തിന്റെ ആ രുചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണത്. പിന്നെ ഏറെക്കാലം ഹബീബാ നബി ജീവിച്ചിട്ടുമില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്കാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിൻ വസായ നബിയിൽ മുസ്തഫ മാല യംബഗിഅൻഹ, അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു വസിയത്താണ് ഹബീബാ നബി പറയുന്നത്. മാത്രമല്ല അതിന്റെ ശൈലിയിൽ തന്നെ പറയുന്ന കാര്യവും ചിന്തിക്കണം. ഞാൻ അസ്റായിൽ വരാൻ അടുത്തിട്ടുണ്ട്. ഞാൻ അസ്റായിൽ വന്നാൽ ഉത്തരം കൊടുത്തു പോകും. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയാകും, നിങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഗൗരവമായ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഗൗരവമായ കാര്യം?
വഅന താരികും ഫീകും സഖലൈൻ. ഇതിന്റെ ഒരു ഭാഗം ഒരു ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ മറ്റൊരു ഭാഗമാണിത്. ഇതൊന്നുകൂടെ സ്പഷ്ടവും വ്യക്തവും പ്രധാനവുമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന താരികും ഫീകും സഖലൈൻ, ഏറ്റവും ഭാരമുള്ള രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അവ്വലുഹുമാ കിതാബുല്ലാഹ്, അതിലൊരു കാര്യം അള്ളാഹുവിന്റെ കിതാബാണ്. ഫീഹിൽ ഹുദാ വന്നൂർ, അതിൽ എമ്പാടും സന്മാർഗവും ഏറെ വെളിച്ചവുമുണ്ട്. അതിലെല്ലാം ഉണ്ട്. ഫീഹി ഖബറു മൻ കാന ഖബലകും വനബഉ മാ ബഅദകും, മുമ്പുള്ളവർ എങ്ങനെ കഴിഞ്ഞിരുന്നു എന്ന യാഥാർത്ഥ്യ ചരിത്രം അതിലുണ്ട്. പിമ്പുള്ളവർ എങ്ങനെ കഴിയണമെന്ന കാര്യവും അതിലുണ്ട്. വഹുവ ഫസ്ലുൻ ലൈസ ബിൽ ഹസിൽ വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ വനൂറുഹുൽ മുബീൻ വസിക്റുൽ ഹകീം വസ്സിറാത്തുൽ മുസ്തഖീം. മറ്റൊരു ഹദീസിൽ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതിലെല്ലാം ഉണ്ട്. അത് അല്ലാഹുവിന്റെ ഏറ്റവും ശക്തമായ പാശമാണ്. അത് അല്ലാഹുവിലേക്കുള്ള വെളിച്ചമാണ്. അത് സിറാത്തുൽ മുസ്തഖീമാണ്. അത് ഏറെയും വ്യക്തമായ വിശ്വാസികൾക്ക് ലഭിക്കാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ കിതാബ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. അതിലെല്ലാം ഉണ്ട്. കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ വന്നൂർ ഫഖുദൂ ബികിതാബില്ലാഹി വതമസ്സകൂ ബിഹി. അല്ലാഹുവിന്റെ കിതാബിനെ നിങ്ങൾ പിടിക്കുകയും അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യണം. അതിനെ നിങ്ങൾ പിടിക്കുകയും അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യണം. നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ തകർന്ന് തരിപ്പണമാകും. ഫഹസ്സ അലാ കിതാബില്ലാഹ് വറഗബ ഫീഹി, ഫഹസ്സ അലാ കിതാബില്ലാഹി വറഗബ ഫീഹി. പരിശുദ്ധ ഖുർആൻ ജനങ്ങൾ മുറുകെ പിടിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിക്കുകയും അതിൽ ജനങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം വരുത്തുന്ന കാര്യങ്ങളെ പുണ്യ റസൂൽ ഉപദേശിക്കുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. റിപ്പോർട്ടർ ഈ വിഷയത്തെ പദാനുപദം പറയാതെ ഗൗരവം പറയുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്ന വാക്കുകൾ ഫഹസ്സ അലാ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഹബീബായ നബി പ്രേരിപ്പിച്ചു. വറഗബ ഫീഹി, അതിലാളുകൾക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന അനവധി കാര്യങ്ങൾ പുണ്യ റസൂൽ ആ പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഖുർആനെ പിടിക്കുക, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഒരു കാലഘട്ടത്തിലും നിങ്ങൾ പരാജയപ്പെടുകയില്ല. അതിലെമ്പാടും സന്മാർഗവുമുണ്ട്, അതിലെമ്പാടും വെളിച്ചവുമുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കുക. സുമ്മ ഖാൽ, പിന്നീട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുഹാ കിതാബുല്ലാഹ്, ഒന്നാമത്തത് കിതാബാണെങ്കിൽ രണ്ടാമത്തെ കാര്യം അഹ്ലു ബൈത്തി, എന്റെ അഹ്ലു ബൈത്താണ്. ഇസ്രായേൽ വന്നാൽ ഏത് സമയത്തും ഞാൻ പോയേക്കാം. അതിനുമുമ്പ് പറയേണ്ട ഗൗരവമായ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഖുർആനെയും പിടിക്കണം, അഹ്ലു ബൈത്തിനെയും പിടിക്കണം. ഏറ്റവും ഭാരമുള്ള രണ്ട് കാര്യം നിങ്ങളിൽ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അഹ്ലു ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീനും അന്നത്തെ നബിയുടെ മോളും പേരമക്കളും മാത്രമായിരുന്നുവെങ്കിൽ ഇതെങ്ങനെയാണ് പരിശുദ്ധ ഖുർആനെയും അവിടെ ചേർത്ത് പറയുക? ഏറ്റവും ഭാരമുള്ളതെന്നാ പറഞ്ഞത്, ഒരിക്കലും അലിഞ്ഞു പോകാത്തതെന്നാ പറഞ്ഞത്, ഒരിക്കലും നാമാവശേഷമാക്കാൻ കഴിയാത്തതെന്നാ പറഞ്ഞത്. ഒരിക്കലും നാമാവശേഷമാക്കാൻ കഴിയാത്തതിനോടാണല്ലോ ഇതിനെ ചേർത്ത് പറഞ്ഞത്. ഒരിക്കലും നാമാവശേഷമാക്കാൻ കഴിയാത്തത് എന്താ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പോൾ പിന്നെ അതിലേക്ക് ചേർത്ത് പറഞ്ഞതോ, അതുപോലെ ഒരു കാലത്തും ഒരാൾക്കും അത് തേച്ചു മായ്ച്ചു കളയാൻ കഴിയുകയില്ല. അതേതാ രണ്ടാമത്തത്? അത് അഹ്ലു ബൈത്താണ്. അവിടെ കൂടിയ സ്വഹാബകൾക്ക് മാത്രം ഉപകരിക്കുന്നതാണെങ്കിൽ ഇതെങ്ങനെ പറയും? ഒന്ന് അഹ്ലു ബൈത്തിന് മാത്രം ഉപകരിക്കുന്നതും അല്ലല്ലോ, എന്തുകൊണ്ട് ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുമല്ലോ. അതിലേക്ക് ചേർത്ത് പറയപ്പെട്ടതല്ലേ അഹ്ലു ബൈത്ത്, അപ്പോൾ അത് അന്ത്യനാൾ വരെ നിലനിൽക്കും. രണ്ട്, ഖുർആനെ പിടിച്ചു എന്നൊരാൾക്ക് പറയണമെങ്കിൽ ഖുർആനിലേക്ക് ചേർത്ത് പറഞ്ഞതിനെ പിടിച്ചിരിക്കണം. അത് തമ്മിൽ പുക്കിൽ കൊടിയുടെ ബന്ധം പോലെയുള്ള ബന്ധമുണ്ടായിരിക്കും. ആ ബന്ധം നമുക്കറിയില്ല. ആ ബന്ധം അതിനേക്കാൾ പുക്കിൽക്കടിയുടെ ബന്ധം എന്ന് പറയുന്നതിനേക്കാൾ വലിയ ബന്ധം ഖുർആനും അഹ്ലു ബൈത്തും തമ്മിൽ ഉണ്ടായിരിക്കും. അത് നമുക്കറിയില്ല. എന്തുകൊണ്ട്? ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ആണ്, പ്രത്യേകമായ സമ്മാനമാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ലോകത്തെന്ന് വന്നതാണ്. അഹ്ലു ബൈത്ത് തന്നെയാണല്ലോ. അന വഅലി മിൻ ഷജറത്തിൻ വാഹിദ വസായിറുൻ നാസി മിൻ ഷജറാത്തിൻ ശത്താ. ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ്.
അഹ്ലുൽ ബൈത്തിന്റെ പിതാവാണല്ലോ സയ്യിദുനാ അലിയുൽ മുർത്തള. ഇവിടെ നിങ്ങൾ വളരെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ അസ്ബാത്തിലൂടെയാണല്ലോ അന്ത്യനാൾ വരെ ഇതിവിടെ നിലനിൽക്കുന്നത്. സിബ്തും മിനൽ അസ്ബാത്ത് എന്നല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞത്. അവരിലൂടെയാണ് എന്റെ പരമ്പര നിലനിൽക്കുക എന്നാണല്ലോ അതിന്റെ സാരം. ഹസനിലൂടെയും ഹുസൈനിലൂടെയും അവര് സിബ്തും മിനൽ അസ്ബാത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് പേരമക്കൾ, അവരിലൂടെയാണ് പരമ്പര നിലനിൽക്കുക എന്നല്ലേ പുണ്യ റസൂൽ പറഞ്ഞത്. അവരുടെ പിതാവല്ലേ അലിയുൽ മുർത്തള. അവരുടെ മാതാവും പിതാവും തമ്മിൽ വിവാഹിതരായപ്പോൾ യഥാർത്ഥ വിവാഹം സ്വർഗത്തിലാണ് നടന്നിട്ടുള്ളതെന്ന് പുണ്യ റസൂൽ പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മലക്കുകൾ ആ വിവാഹാഘോഷത്തിൽ പങ്കെടുത്തതിന് കയ്യും കണക്കുമില്ല എന്ന് മാത്രമല്ല, സ്വർഗലോകത്ത് പ്രത്യേകമായ അലങ്കാരങ്ങളും സന്തോഷങ്ങളും ആ വിവാഹത്തിന്റെ പേരിൽ ഉണ്ടായി എന്നിട്ട് മുഹമ്മദ് മുസ്തഫ ഫാത്തിമ ബീവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ വളരെ ഗൗരവമായി ഈ ഹദീസുകളും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെടുത്ത് പരിശോധിക്കുന്ന ആളുകൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഒരു പ്രത്യേക ലോകത്ത് നിന്നാണ് ഈ കുടുംബം വരുന്നത്. അത് സാധാരണ വരവാണ്, സാധാരണയാണ് എന്ന് വിചാരിക്കരുത്. ഖുർആൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കാണുന്നുണ്ടെങ്കിലും അത് നമുക്കിടയിൽ ഉണ്ടായതല്ല. അത് അള്ളാഹുവിന്റെ ലോഹിൽ നിന്ന് അള്ളാഹുവിന്റെ അസ്സലിയായ കലാമിനെ പ്രത്യേകമായൊരു വരവ് വന്നതാണ്. അതുകൊണ്ടാണ് തൻസീലും മിർ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞത്. പല സ്ഥലങ്ങളിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പ്രത്യേകമായി ഇറക്കി തന്നതാണെന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അന വ അലി മിൻ ഷജറത്തിൻ വാഹിദ വസായിറു നാസി മിൻ ഷജറാത്തിൻ ശത്താ. ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ്, ബാക്കിയുള്ള സകല ജനങ്ങളും വേറെ മരത്തിൽ നിന്നാണ്. അന വ അലി മിൻ ഷജറത്തിൻ വാഹിദ. ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ്, ബാക്കിയുള്ളവർ വേറെ മരങ്ങളിൽ നിന്നാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് സിഹാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വളരെ പ്രാമാണികമായ സത്യസന്ധരായ മുഹദ്ദിസുകൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി ഒന്ന് അല്ലാഹുവിന്റെ കലാമാണ്, ഒന്ന് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പക്ഷേ അത് രണ്ടും ഈ ഭൗമികമായ ലോകത്തിന്റെ മുകളിൽ കാണുമ്പോൾ അത് രണ്ടും സാധാരണത്വത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നുവെങ്കിലും അത് സാധാരണമായ സംഗതിയല്ല. അതിന്റെ വരവ് തന്നെ സാധാരണമായ വരവുമല്ല. ഇതൊക്കെ എന്തിനാ ഹബീബായ നബി പറയുന്നത്? അന വ അലി മിൻ ഷജറത്തിൻ വാഹിദ. ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ്. വസായിറു നാസി മിൻ ഷജറാത്തിൻ ശത്താ. മറ്റുള്ളവരെല്ലാം പല മരങ്ങളിൽ നിന്നാണ്. ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ്. ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ് എന്ന് പുണ്യ റസൂൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ, പഠിക്കുന്നവർക്ക് പഠിക്കാൻ. പരിശുദ്ധ ഖുർആനോട് ചേർത്താണ് ഈ മഹാന്മാരായ അഹ്ലുൽ ബൈത്തിനെ പറയുന്നത്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം ഒരു പ്രത്യേക ലോകത്തുനിന്ന് വന്നതുപോലെ ഒരു പ്രത്യേകമായ നമുക്കിടയിൽ ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ് അഹ്ലുൽ ബൈത്ത്. അഹ്ലുൽ ബൈത്തി, രണ്ടാമത്തെ കാര്യം എന്റെ അഹ്ലുൽ ബൈത്താണ്. ഇത് ഞാൻ പറയാതെ പോയാൽ നിങ്ങൾ അപകടത്തിൽ അകപ്പെടും. ഞാനാകട്ടെ അസ്റായിൽ വരാനായിട്ടുമുണ്ട്. ഇനി എനിക്ക് കൂടുതൽ താമസമുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് അറിയാതെ പോകരുത് എന്ന് സാരം. അപ്പോൾ ഖുർആൻ പഠിക്കുക എന്നുള്ളതും അഹ്ലുൽ ബൈത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതും ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെ ഗൗരവമായതും എന്നാൽ അന്ത്യസന്ദർഭങ്ങളിൽപ്പെട്ടതുമായ വസിയ്യത്താണ്. ഈ വസിയ്യത്തിന് പിന്നെ ഒരു നാസിഖ് വന്നിട്ടില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ചില തീരുമാനങ്ങൾക്കും ചില നിയമങ്ങൾക്കും പിന്നീട് ദുർബലപ്പെടുത്തുന്ന നിയമങ്ങൾ വരും. എന്തുകൊണ്ട്? ചില നിയമങ്ങൾ കൊടുക്കും, ചിലപ്പോൾ പിന്നെ സമൂഹത്തിന് പാകപ്പെടാത്ത സാഹചര്യത്തിലാണ് ആ നിയമം കൊടുക്കുക. നിങ്ങൾ നിസ്കാര സന്ദർഭത്തിൽ മദ്യപിക്കരുത് എന്ന് പറഞ്ഞ ഘട്ടമുണ്ടായിട്ടുണ്ടല്ലോ. അത് പിന്നീട് എടുത്തു കളഞ്ഞു. എന്തുകൊണ്ട്? പാടെ മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാവുന്ന സാഹചര്യത്തിലായിരുന്നില്ല ജനത. ഒറ്റയടിക്ക് അവരോട് കള്ളുടിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഘട്ടം ഘട്ടമായി ദുർബലപ്പെടുത്തി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇവിടെ എന്താ ഈ പറയുന്നത്? ഈ ഹദീസിൽ വേറെ ഒരു കാര്യമുണ്ട്. ആയിരക്കണക്കായ ജനതകൾ ഇത് ഇങ്ങനെ തന്നെ വായിക്കുമ്പോൾ അവർ വേറൊരു കാര്യവും മനസ്സിലാക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യോപദേശങ്ങളിൽപ്പെട്ടതാണ്. ഇതിന് ഇനി ഒരു ദുർബലപ്പെടുത്തുന്ന നിയമം വേറെ ഉണ്ടാവില്ല. അപ്പോൾ അഹ്ലുൽ ബൈത്തിനെ നാം ചേർത്ത് നിർത്തുക എന്നുള്ളത്
ദുർബലപ്പെടുത്താത്ത നിയമമാണ്. അത് നമ്മുടെ വിജയത്തിന്റെ നിദാനമാണ്. അതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യം പിന്നെ വരില്ല. എന്തുകൊണ്ട്? ഇസ്രായേൽ വരാനായി, ഞാനിത് പറഞ്ഞില്ലെങ്കിൽ വലിയ ആപത്ത് സംഭവിക്കും, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താണ് ഹബീബായ നബി അടുത്ത വാക്ക് പറയുന്നത് ആ പ്രഭാഷണത്തിൽ? ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. ഈ പ്രഭാഷണത്തിൽ എന്റെ ഖുർആനും നിങ്ങൾ പിടിക്കുക, ഖുർആനും നിങ്ങൾ പിടിക്കുക, എന്റെ കുടുംബത്തെയും എന്റെ അഹ്ലി ബൈത്തിനെയും നിങ്ങൾ പിടിക്കുക എന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, എന്റെ അഹ്ലി ബൈത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് ഞാൻ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി പറയുന്നു. അഥവാ നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തി ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഒരു സാരം. അള്ളാഹുവിനെ പ്രേമിക്കുന്നവരെ നിങ്ങൾ അഹ്ലി ബൈത്തിനെ പ്രേമിച്ചിരിക്കണം എന്നത് ഒരു സാരം. ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, അള്ളാഹുവിനെ മുൻനിർത്തി എന്റെ അഹ്ലി ബൈത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്നൊരു സാരം. അഥവാ നിങ്ങൾ അള്ളാഹുവിനെ പ്രേമിക്കുന്നവരെ നിങ്ങൾ എന്റെ അഹ്ലി ബൈത്തിനെ ശ്രദ്ധിക്കണമെന്ന് പുണ്യ റസൂൽ മുസ്തഫ. ഇതെന്തിനായി പറയുന്നത്? ഞാൻ പോയാൽ എന്റെ അഹ്ലി ബൈത്ത് പട്ടിണി കിടക്കുമോ എന്ന് പേടിച്ചിട്ടല്ല. കുടുംബം പട്ടിണി കിടക്കുന്നത് ഒരു കാലത്തും പേടിക്കാത്ത ആളല്ലേ പുണ്യ റസൂല്? കുടുംബം പട്ടിണി കിടക്കുന്നത് ഒരു കാലത്തും പേടിക്കാത്ത ആളല്ലേ പുണ്യ റസൂൽ? 2 മാസമൊന്നും അടുപ്പിൽ തീ കത്തിക്കാത്ത വീടുകളിലല്ലേ പുണ്യ നബിയും കുടുംബവും പാർത്തിരുന്നത്? പട്ടിണി കിടന്ന് എണീക്കാൻ കഴിയാത്ത രൂപത്തിൽ മകളും പേരമക്കളും മകനും മരുമകനുമായി വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പശിയടക്കാനുള്ള വകക്ക് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സദുപദേശം ചെയ്യുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സ്വന്തം മോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത മുറിയിൽ തൊട്ടടുത്ത വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അതിൽ ഏറെ പ്രയാസപ്പെടാത്ത ആളാണല്ലോ പുണ്യ റസൂൽ മുസ്തഫ. എന്തുകൊണ്ട്? ഹബീബായ റസൂൽ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ കിസ്റയും കൈസറുടെയും കൊട്ടാരത്തിൽ വെച്ച് വിളമ്പും പോലെ ആ വീടിൽ വെച്ച് വിളക്കുമാനുള്ള സാഹചര്യം അന്നും ഉണ്ടല്ലോ. അതിന് മാത്രം എന്ത് പറഞ്ഞാലും ചെയ്യാനൊരു സമൂഹം നബിയുടെ കൂടെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്താ ചിന്തിക്കാത്തത്? അപ്പോൾ എനിക്ക് ശേഷം എന്റെ കുടുംബം പട്ടിണി കിടക്കുന്നത് പേടിച്ചിട്ടല്ല പുണ്യ റസൂൽ ഇത് പറയുന്നത്. അഹ്ലു ബൈത്ത് പശിയടക്കാൻ മാർഗമില്ലാതെ കഷ്ടപ്പെടുമെന്നത് കൊണ്ടല്ല പുണ്യ റസൂൽ ഇത് പറയുന്നത്. കഷ്ടപ്പാടും സ്വാഭാവികമായി അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, മറ്റാരെക്കാളും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ഭൗതിക രാഷ്ട്രീയ സാഹചര്യങ്ങളും പിന്നീടുണ്ടായി. അപ്പോൾ ആരെക്കാളും അവർ പട്ടിണി കിടന്നിട്ടുണ്ട്, ആരെക്കാളും അവർ കഷ്ടപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് അവർ എടുത്തെറിയപ്പെട്ടിട്ടുണ്ട്. ഈ 1400 ചില്ലാനം കൊല്ലത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പരീക്ഷിക്കപ്പെട്ട ജനത അഹ്ലു ബൈത്ത് മാത്രമാണ്. അതൊക്കെ ചരിത്രം പഠിച്ച ആളുകൾക്ക് ഇന്ന് പോലും വളരെ വ്യക്തമായി അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതൊന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രേമിക്കുന്നവരെ നിങ്ങൾക്ക് ഞാൻ അഹ്ലു ബൈത്തിനെ ഓർമ്മപ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അഹ്ലു ബൈത്തിന്റെ കൂടെ നിൽക്കലിൽ മാത്രമാണ് നിങ്ങളുടെ വിജയം. അത് സാധാരണ ഒരു കുടുംബമല്ല, അവർ സാധാരണ വരവ് വന്നതല്ല, അവർ സാധാരണമായ അള്ളാഹുവിന്റെ സമ്മാനമല്ല. വേറൊരു ഹദീസിൽ കാണാം, അഹ്ലു ബൈത്തി അമാനുൽ ഉമ്മത്തി, അഹ്ലു ബൈത്ത് ഏത് കാലഘട്ടത്തിലും എന്റെ സമുദായത്തിനുള്ള സുരക്ഷയാണ്, ഒരു അമാനാണ്, ഒരു സുരക്ഷയാണ്. അഹ്ലു ബൈത്തി അമാനുൽ ഉമ്മത്തി, അഹ്ലു ബൈത്തി അമാനുൽ ഉമ്മത്തി. അഹ്ലു ബൈത്ത് അവരെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ല. അഹ്ലു ബൈത്തിനെ കാണേണ്ടത് വിധത്തിൽ കാണുകയും അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കുകയും അങ്ങനെയൊക്കെ വന്നാൽ അഹ്ലു ബൈത്ത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണെന്നും പരിശുദ്ധ ഖുർആനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്തും നടപ്പിലാക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവർ ചിന്തിക്കുകയും അവരോടുകൂടെ ഉമ്മത്ത് നിലകൊള്ളുകയും ചെയ്താൽ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും സംഭവിക്കുകയില്ല, ഒരു പ്രയാസവും സംഭവിക്കില്ല. അഹ്ലു ബൈത്ത് അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ജാഗരൂകരാവുക, അഹ്ലു ബൈത്തിന്റെ കൂടെ നിലകൊള്ളുകയും ചെയ്യുക ജനങ്ങൾ. എന്നാൽ അമാനുൽ ഉമ്മത്തി ഒന്നും സംഭവിക്കില്ല, ഒന്നും. 2,
ഇനി അവരേതെങ്കിലും കാലഘട്ടത്തിൽ അവര് ഉത്തരവാദിത്തം മറന്നുപോയാലോ? ഉമ്മത്ത് സർവനാശത്തിലാവും. 1. 2, അതേറ്റെടുക്കാൻ ഒരു നാടന് കഴിയില്ല. കാര്യം നേരെയാക്കാൻ അഹ്ലു ബൈത്തിനെ കഴിയൂ. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉമ്മത്ത് മരവിച്ചുപോയി, പുരോഗതിയെ തടഞ്ഞുപോയി, ഉമ്മത്ത് വിപരീത ദിശയിലേക്ക് ചലിച്ചു പോയാലും അവരെ നേരായ ദിശയിൽ കൊണ്ടുവരാൻ അഹ്ലു ബൈത്തിനെ കഴിയും. എന്തുകൊണ്ട്? അവരെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ആണുങ്ങൾ മക്കയിലില്ലാത്തതുകൊണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് മുത്തുനബിയെയാണ്. അപ്പോൾ ആ മുത്തുനബിയിലൂടെ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ എന്ന് സാരം. അതാണ് കാര്യം. അതാണ് ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ. അല്ലാഹു സമ്മതം കൊടുത്തേൽപ്പിച്ചവരെ കൊണ്ട് കാര്യം നടക്കും. അത് പുണ്യ റസൂലാണ്. എന്നതുപോലെ ഉമ്മത്ത് വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നേരായ ദിശയിലേക്ക് അവരെ കൊണ്ടുവരാൻ അഹ്ലു ബൈത്തിനെ അന്ത്യനാൾ വരെ കഴിയൂ. അതാണ് ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. 2, നിങ്ങളെപ്പോഴെല്ലാം അഹ്ലു ബൈത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരെ കൂടെയുണ്ടോ അപ്പോൾ അല്ലാഹു നിങ്ങളെ കൂടെയുണ്ടാകും എന്ന് 2ാം സാരം. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. നിങ്ങൾ സൽഗുണ സമ്പന്നരായ അഹ്ലു ബൈത്തിന്റെ കൂടെ നിൽക്കുക. മറ്റുള്ളവർക്കും അഹ്ലു ബൈത്ത് എന്ന പ്രാധാന്യം നൽകുക. സൽഗുണ സമ്പന്നരായ അഹ്ലു ബൈത്ത് ലോകത്തിന്റെ നാനാഭാഗത്ത് ഇന്നുണ്ട്. ലോകത്തെ എന്നും വിളിച്ചവരെന്നെയാണ്. ഇന്നും ഈ ഭൗമമണ്ഡലത്തിലുള്ള കോടാനക്കോടി മുസ്ലിമീങ്ങളെ ഇന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ സൽഗുണസമ്പന്നരായ സർവഗുണസമ്പന്നരായ അഹ്ലു ബൈത്താണ് ഇന്നും മുസ്ലിമത്തിന്റെ നേതാക്കൾ ലോകത്തിന്റെ നാനാഭാഗത്തും. അവരിൽപ്പെട്ട പല മഹാന്മാരെയും എനിക്കറിയാം. സൽഗുണസമ്പന്നരായ വാരിസുൽ ഇൽമിൽ മുഹമ്മദി, വാരിസുൽ സീമത്തിൽ മുഹമ്മദിയ, വാരിസുൽ അഖ്ലാഖിൽ മുഹമ്മദിയ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ യഥാർത്ഥ ആ വാരിസ് എന്ന് പറയാനുള്ള, അനന്തരാവകാശി എന്ന് പറയാനുള്ള സൽഗുണ സമ്പന്നതയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഴമുള്ള വിജ്ഞാനത്തെ അങ്ങനെ തന്നെ സ്വാംശീകരിച്ചവര്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹത്തായ സാന്നിധ്യമുണ്ട് എന്ന് ലോകത്തെ ഇന്നും ബോധ്യപ്പെടുത്തുന്ന സൽഗുണ സമ്പന്നരായ അഹ്ലു ബൈത്ത്. എത്ര ആര് ചാടിക്കുടഞ്ഞിട്ടും അവരുടെ 7 അയലത്തെത്താൻ പോകുന്നില്ല. 7 അയലത്ത് പോയത് 14 അയലത്തെത്തില്ല. ഇന്നും അവരെന്നെയാണ്. അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെയായിരിക്കും. അവരുടെ കൂടെ നിൽക്കുക. അപ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അഹ്ലു ബൈത്തിന്റെ കൂടെ നിന്നാൽ അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ അഹ്ലു ബൈത്തിന്റെ കൂടെ നിന്നാൽ നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെയാകും. നിങ്ങൾ അഹ്ലു ബൈത്തിന്റെ സൽഗുണ സമ്പന്നരായ അഹ്ലു ബൈത്ത് ഇന്നും ലോകത്തുണ്ട്. അവരാണ് നേതാക്കൾ. അവർക്ക് കാര്യം നടത്തി തരാൻ കഴിയും. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ഞാൻ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉത്തരം ചെയ്യാനുള്ള സമയമായി. ഇനി ഇത് പാത്തുവെക്കാൻ പാടില്ലാത്തതാണ്. വെള്ളത്തടാകത്തിന്റെ അരികിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പറയുന്നത്. ഇത് വളരെ പ്രാമാണികവും സുവിദിതവുമായ ഹദീസാണ്. ഏറെ പല ഭാഗങ്ങളിൽ പല വിഷയങ്ങളിലായി ചർച്ച ചെയ്തിട്ടുള്ള ഹദീസാണ്. ലോകത്തെ ആയിരക്കണക്കായ മുഹദ്ദിസുകളും ഫുഖഹാക്കളും ഈ ഹദീസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരവരുടെ ധർമ്മം നിർവഹിക്കും. അവരിലൂടെ മാത്രമാണ് ധർമ്മം നിലനിൽക്കുക. ഒരു ഹദീസ് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിലും ഇമാം തുർമുദി തങ്ങൾ തന്റെ സുനനിലും രേഖപ്പെടുത്തുന്നു. അബൂ സഈദ് അൽ ഖുദ്രിയെ തൊട്ട് റളിയല്ലാഹു അൻഹു എന്താണ് ഹബീബായ നബി പറയുന്നത്? അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. ഇതെന്തിനാ പറയുന്നത്? അവരാണ് സ്വർഗീയ യുവാക്കളുടെ നേതാക്കൾ. ഇത് പറയേണ്ട കാരണം എന്താണ്? അവരാണ് സ്വർഗീയ യുവാക്കളുടെ നേതാക്കൾ. സ്വർഗത്തിലെ എല്ലാവരും യുവാക്കൾ. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. എന്താ ഇതിന്റെ സാരം? സ്വർഗത്തിലെത്താൻ ഇവരിലൂടെയാണ് മാർഗം. ഹസനിലൂടെയും ഹുസൈനിലൂടെയും. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കൾ ഇവരാന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ തൊണ്ടന്മാരാണെന്നോ? അല്ലല്ലോ. ഉറുബൻ അത്റാബ.
സമപ്രായക്കാരായ നിറഞ്ഞ യൗവനമുള്ള യുവതി യുവാക്കളായിട്ടല്ലേ അവർ ജീവിക്കുന്നത്? ആ രൂപത്തിലല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികളെ സംവിധാനിച്ചിട്ടുള്ളത്? എന്നിട്ട് പറയാണ് അൽ ഹുസൈൻ വൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. സ്വർഗ്ഗക്കാരിൽ യുവസമൂഹത്തിന്റെ നേതാക്കൾ, യുവാക്കളുടെ നേതാക്കൾ, എല്ലാവരും യുവാക്കൾ. അഥവാ എന്താ ഇതിന്റെ അർത്ഥം? അന്ത്യനാൾ വരെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ഇതാണ്, ഈ രണ്ട് മാർഗമാണ്, ഹസനി മാർഗവും ഹുസൈനി മാർഗവും. അന്തൽ ഹസനിയ വൽ അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ وكنت شمسا وبدرا نورا التمع أنت الحق لتدفع محي الدين. ഈ വാക്കിന്റെ ഒരു പൊരുൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ അബൻ വ ഉമ്മൻ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിക്കുന്നിടത്ത് ഈ വരികൾ കാണാം. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ. നിങ്ങൾ ഹുസൈനി മാർഗക്കാരനുമാണ്, ഹസനി മാർഗക്കാരനുമാണ്, രണ്ടുമാണ്. പാപ്പ വഴി നിങ്ങൾ ഹുസൈനിയാണ്, ഉമ്മ വഴി നിങ്ങൾ ഹസനിയാണ്. അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. അതുകൊണ്ട് തന്നെ വകുൻത ശംസൻ വ ബദ്റൻ, സൂര്യനും പൂർണ്ണചന്ദ്രനുമാണ്. അന്തൽ അഹഖു ലിതുദ്അ മുഹയ്യിദ്ദീൻ. അതുകൊണ്ട് മുഹയ്യിദ്ദീൻ എന്ന് പറയാൻ, ദീൻ ഹയാത്താക്കിയ ആൾ എന്ന് പറയാൻ നിങ്ങൾ എന്തുകൊണ്ടും യോഗ്യനാണ്. ദീൻ അവർക്ക് ഹയാത്താക്കാൻ കഴിയൂ. ചരിത്രത്തിൽ ആയിരക്കണക്കായ മുഹയ്യിദ്ദീൻമാർ വന്നിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും. ആ മുഹയ്യിദ്ദീൻമാരെല്ലാം അഹ്ലു ബൈത്തോ അഹ്ലു ബൈത്തിന്റെ കൂടെ നിന്നവരോ ആയിരുന്നു, ഉറപ്പ് സംശയിക്കുന്നത്. അല്ലാത്തവരൊക്കെ എന്താ ചെയ്തത്? ശിഥിലീകരണം കൊണ്ടുവന്ന് ഉമ്മത്തിനെ നാശപ്പെടുത്തി. ഉമ്മത്തിന്റെ മേൽ പുതിയ പുതിയ മോശപ്പെട്ട ചരിത്രം എഴുതി വെക്കാൻ കാരണമായി. സൽപാന്താവിലുള്ള ധരണിയെ മാറ്റി ഉമ്മത്തിന് ഗുണത്തിന് പകരം നാശം നൽകി. ഉമ്മത്തിന്റെ സൽകീർത്തിയെ അപകീർത്തിപ്പെടുത്തി. അല്ലാത്തവരെല്ലാം അതാ ചെയ്തത്. എന്നാൽ ഇവരോ ഈ 14 നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എവിടെയും പരമസത്യം. ഒന്നിരിക്കൽ ഇസ്ലാം നേരായ ദിശയിൽ സഞ്ചരിച്ചത് അഹ്ലു ബൈത്തിനോട് കൂടെയോ അഹ്ലു ബൈത്തിന്റെ കൂടെ നിന്നവരോട് കൂടെയോ ആണ്. യാതൊരു സംശയം വേണ്ട. എവിടെയെല്ലാം ഉമ്മത്ത് ഉണർന്നിട്ടുണ്ടോ അവിടെയെല്ലാം അഹ്ലു ബൈത്ത് അവരുടെ ധർമ്മം നിർവഹിച്ചിട്ടുണ്ടാവും. എവിടെയെല്ലാം ഉമ്മത്ത് തളർന്നിട്ടുണ്ടോ അവിടെയെല്ലാം അഹ്ലു ബൈത്തിനെ മറ്റുള്ളവർ അടിപ്പെടുത്തിയിട്ടുണ്ടാവും. സംശയിക്കണ്ട. എവിടെയെല്ലാം ഉദക്കിറുക്കുമുല്ലാഹു ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹു ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹു ഫീ അഹ്ലി ബൈത്തി. അല്ലിമു ഔലാദകും ഹുബ്ബ നബിയിക്കും ഹുബ്ബ അഹ്ലി ബൈത്തിഹി. നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കണം അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമിക്കാനും അവിടുത്തെ അഹ്ലു ബൈത്തിനെ പ്രേമിക്കാനും. അല്ലിമു ഔലാദക്കും, നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കണം. എന്നതിനർത്ഥം പഠിപ്പിക്കണം, നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങൾ പഠിപ്പിക്കണം. അല്ലിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം. ഹുബ്ബ നബിയിക്കും വ ഹുബ്ബ അഹ്ലി ബൈത്തിഹി. നബിയോടുള്ള പ്രേമവും നബി കുടുംബത്തോടുള്ള പ്രേമവും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം. പഠിപ്പിക്കണം. കുട്ടികൾ സ്വയമായി പഠിച്ചെടുത്താൽ പോരാ. കുട്ടികൾക്ക് ആ ഈ ഊ എന്നൊക്കെ പഠിപ്പിക്കും പോലെ അഹ്ലു ബൈത്തിനെ പ്രേമിക്കണമെന്ന് പഠിപ്പിക്കണം. കുട്ടികൾക്ക് ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കും പോലെ അഹ്ലു ബൈത്തിനെ പ്രേമിക്കണമെന്ന് പഠിപ്പിക്കണം. അവിടെയാണ് ഇന്ന് തലതിരിഞ്ഞ ബാപ്പമാര്, തലതിരിഞ്ഞ ഉമ്മമാര് സമുദായത്തിൽ നാശമുണ്ടാക്കുന്നത്. ഇനി നിലവിലുള്ള സാഹചര്യത്തെ പരിചിന്തിക്ക്. അഹ്ലു ബൈത്തോ ഒരു മോശപ്പെട്ടവര്, അഹ്ലു ബൈത്തോ ഒരു കൊള്ളക്കാര്, അഹ്ലു ബൈത്തോ ഒരു കള്ളന്മാര്, അഹ്ലു ബൈത്തോ ഒരു പാർട്ടിക്കാര്, ഒരു രാഷ്ട്രീയക്കാര്, ഒരു ഭൗതികന്മാര്. ഒരു മുസ്ലിമിന്റെ വീടാണെങ്കിൽ അഹ്ലു ബൈത്തിന് ഗുണകരമല്ലാത്തൊരു സ്വരം അവിടെ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? കുട്ടികൾ എന്തിനു പഠിച്ചു പോകും. പഠിച്ചാലോ ഇസ്ലാം തകരും. അല്ലിമു ഔലാദകും ഹുബ്ബ നബിയിക്കും വ ഹുബ്ബ അഹ്ലി ബൈത്തിഹി. നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം നബിയോടുള്ള സ്നേഹവും അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹവും. അല്ലിമു, നിങ്ങൾ പഠിപ്പിക്കണം. ഏതോ സാഹചര്യത്തിൽ നിന്ന് അവർ പഠിച്ചാൽ പോരാ. അവർ പഠിച്ചാൽ നേരെ എതിരാവും. അവർക്ക് പലപ്പോഴും നേര് പഠിക്കാൻ കഴിയൂല.
നിങ്ങൾ പഠിപ്പിക്കണം. അല്ലിമു, അലിഫ് ബാ താ നിങ്ങൾ പഠിപ്പിക്കണം. ഫാത്തിഹ സൂറത്ത് നിങ്ങൾ പഠിപ്പിക്കണം. ഖുർആൻ നിങ്ങൾ പഠിപ്പിക്കണം. അഹ്ലുൽ ബൈത്തിനുള്ള പ്രേമം നിങ്ങൾ പഠിപ്പിക്കണം. അവര് പഠിച്ചാ പോരാ, നിങ്ങൾ പഠിപ്പിക്കണം. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് അഹ്ലുൽ ബൈത്താണ് മക്കളെന്ന് പാപ്പയും ഉമ്മയും സാധാരണ കുട്ടികളോട് പറയണം. ഇടക്കിടക്ക് അവരെ കൊണ്ടുപോയി കാണിക്കണം. ഇത് റസൂലുള്ളാഹിന്റെ കുടുംബാണ്. ഇവിടെ ഇത്രാമത്തെ ഉപ്പാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. ഇവര് മുസ്തഫ നബിയുടെ 39ാമത്തെ കുട്ടിയാണ്, അല്ലെങ്കിൽ 38ാമത്തെ കുട്ടിയാണ്. ഹബീബാ റസൂലുള്ളാഹി 40ാമത്തെ പരമ്പരയാണ്, 37ാമത്തെ പരമ്പരയാണ്. കാണിക്കണം. ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അല്ലിമു അല്ലിമു, അവര് പഠിച്ചാ പോരാ, നിങ്ങൾ പഠിപ്പിക്കണം. പഠിച്ചാലും പോരാ, നിങ്ങൾ പരിശോധിക്കണം. മദ്രസയിലേക്ക് വിട്ടോ, കുട്ടി ഫാത്തിഹ പഠിച്ചു, എന്നാ വീട്ടിലെത്തിയ അമ്മയും ബാപ്പയും പരിശോധിക്കണം. ഫാത്തിഹ ശരിയുണ്ടോ, നിസ്കരിക്കാൻ പറ്റുമോ, ഫാത്തിഹ ശരിയായിട്ടുണ്ടോ പരിശോധിക്കണം. അത് പഠിപ്പിച്ചാൽ ഉസ്താദിന് പാരിതോഷികം കൊടുക്കണം. കൊടുത്തിട്ടുണ്ടല്ലോ. തന്റെ കുഞ്ഞിന് ഫാത്തിഹ ഓതി പഠിപ്പിച്ചു ഒരാള്. അപ്പോൾ അബൂ ഹനീഫത്ത് നുഅ്മാൻ തന്റെ സമ്പാദ്യം മുഴുവൻ അയാൾക്ക് കൊടുത്തു. എന്തുകൊണ്ട്? കുട്ടിക്ക് ഫാത്തിഹ സൂക്ഷിച്ചു. അപ്പോൾ പഠിപ്പിക്കേണ്ടത് ഒരാൾ പഠിപ്പിച്ചാൽ നിങ്ങൾ അതിൽ സന്തോഷിക്കണം. അത് പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. അപ്പൊ എന്തായി പറഞ്ഞത്? അല്ലിമു ഔലാദക്കും ഹുബ്ബ നബിയിക്കും ഹുബ്ബ അഹ്ലി ബൈത്തിഹി, നബിയോടുള്ള പ്രേമം നിങ്ങൾ പഠിപ്പിക്കണം. അത് പിന്നീട് പറയാം. എന്താണ് പറഞ്ഞത്? വഹുബ്ബ വഹുബ്ബ അഹ്ലി ബൈത്തിഹി വഹുബ്ബ അഹ്ലി ബൈത്തിഹി, നബി കുടുംബത്തോടുള്ള പ്രേമം നിങ്ങൾ പഠിപ്പിക്കണം. ഊട്ടിക്കും കൊടൈക്കനാലിലേക്കും വണ്ടിയെടുത്ത് പോയാൽ പോരാ, അഹ്ലു ബൈത്തിന്റെ വീട്ടുമുറ്റത്തേക്കൊന്ന് വണ്ടിയെടുത്ത് പോയിട്ട് അവരെ കാണിക്കണം. ഇത് റസൂലുള്ളാഹിന്റെ കുടുംബാണ്. അവര് നമ്മളെ മൂത്താപ്പാണ്, അളാപ്പാണ്. ആരാണ് വാപ്പ? മൂത്താപ്പയെക്കാളും ഇളാപ്പയെക്കാളും വലിയവരാണ്. മൂത്താപ്പയും ഇളാപ്പയും നരകത്തെ രക്ഷപ്പെടുത്തൂല. ഇവര് മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി ആയ ബല്ലിപ്പാന മക്കളാണ്. അപ്പോൾ ഇവർ നമ്മളെ ഏറ്റവും വലിയ ആളുകളാണ്. ഇവർക്കൊരു വിഷമം വന്നാൽ അത് നമ്മുടെ വിഷമത്തെക്കാളും വലിയ വിഷമമാണ്. നിങ്ങൾ പഠിപ്പിക്കണം. റസൂലുള്ളാഹി പറയാ, നിങ്ങൾ പഠിപ്പിക്കണം. അഹ്ലു ബൈത്തിനോടുള്ള പ്രേമം നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അവര് പഠിച്ചാൽ പോലെ നിങ്ങൾ പഠിപ്പിക്കണം. എന്റെ കുടുംബത്തോടുള്ള പ്രേമം കുട്ടികൾ പഠിച്ചോളും എന്നല്ല, കുട്ടികൾ പഠിച്ചോളും എന്നല്ല, നിങ്ങൾ പഠിപ്പിക്കണം. അല്ലിമു, ബാപ്പയും ഉമ്മയും പഠിപ്പിക്കണം. ബാപ്പാക്ക് കടമ, അമ്മാക്ക് കടമ. കുട്ടികൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പഠിപ്പിക്കണം. കുട്ടികളുണ്ടായാൽ പോരാ, എന്നിട്ട് അവരെ ലാവാറിസായി ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ പോരാ. നിങ്ങൾ പഠിപ്പിക്കണം. അല്ലിമു, നിങ്ങൾ പഠിപ്പിക്കണം. എന്തൊക്കെയാ പഠിപ്പിക്കേണ്ടത്? പ്രധാനമായി പഠിപ്പിക്കേണ്ട 2 കാര്യങ്ങൾ വേറെയുണ്ട്. നബിയോടുള്ള പ്രേമം നിങ്ങൾ പഠിപ്പിക്കണം. പാട്ടും പ്രസംഗവും അതും ഞാൻ പറഞ്ഞില്ലേ, മറ്റു മാർഗങ്ങളും പഠിപ്പിക്കണം. നബി വലിയതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ വലിയ സംഭവമാണ്. പഠിപ്പിക്കണം. വഹുബ്ബ നബിയിക്കും വഹുബ്ബ അഹ്ലി ബൈത്തിഹി, അഹ്ലു ബൈത്തിനോടുള്ള പ്രേമം നിങ്ങൾ പഠിപ്പിക്കണം. അവർ പഠിച്ചാൽ പോരാ, നിങ്ങൾ പഠിപ്പിക്കണം. അതിലെവിടെയെങ്കിലും അവർക്ക് അബദ്ധം സംഭവിച്ചാൽ നിങ്ങൾ തിരുത്തി കൊടുക്കണം. അവരെ പ്രേമിക്കണം. ഇല്ലെങ്കിലോ ദീനുണ്ടാവില്ല. എന്തുകൊണ്ട്? അവർ ഖുർആന്റെ തൊട്ട് വരുന്നവർ ജനതയാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമ, ഇവർ അല്ലാഹുവിന്റെ മഖ്ലൂഖാണെങ്കിൽ ഒരു പ്രത്യേക അഫിയത്താണ്. ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ സമ്മാനമാണ്, നിലനിൽക്കുന്ന സമ്മാനമാണ് അഹ്ലു ബൈത്തിൻ നബിയിൽ മുസ്തഫ. അവര് വാപ്പ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അവരുടെ ഉമ്മ ഹബീബ റസൂലുള്ളാഹിന്റെ പൊന്നുമോളാണ്. അവരുടെ വാപ്പ ഹബീബ റസൂലുള്ളാഹിന്റെ അതേ മരത്തിലുള്ള സയ്യിദുനാ അലിയുൽ മുർത്തളയാണ്. അന വഅലി മിൻ ഷജറത്തിൻ വാഹിദ വസായിറുൻ നാസി മിൻ ഷജറാത്തിൻ ഷത്താ. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം തുർമുദി തന്റെ സുനനിൽ രേഖപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമ റളിയല്ലാഹു അൻഹു പറയും, طرقت النبي صلى الله عليه وسلم ذات ليلة في بعض الحاجة. ഒരാവശ്യത്തിന് ഒരിക്കൽ ഞാൻ രാത്രി വാതിലിൽ പോയി മുട്ടി റസൂലുള്ളാഹിയുടെ. فخرج النبي صلى الله عليه وسلم وهو مستمر على شيء ما لا أدري ما هو. എന്തോന്ന് ചുറ്റിയുടെ ഹബീബ നബി ഇറങ്ങി വന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു രാത്രി വാതിൽ മുട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോന്ന് ചുറ്റിയിട്ടുണ്ട്. വേറെ ഹദീസിൽ കാണാം ആ ഭാഗം ഒന്നിങ്ങനെ രണ്ട് സൈഡ് ഭാഗം ഇങ്ങനെ തടിച്ച് നിൽക്കുന്നത് പോലെ റസൂലുള്ളാഹി എന്തോ ഒന്ന് ചുറ്റി. രാത്രി ഞാൻ വാതിൽ മുട്ടിയപ്പോൾ റസൂലുള്ളാഹി ഇറങ്ങി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇങ്ങനെ രണ്ട് ഭാഗത്ത് തടി കൂടിയതുപോലെ തോന്നി. ഫലമ്മാ ഫറഗ്തു മിൻ ഹാജത്തി, എന്റെ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ഫഖുൽതു, ഞാൻ ഹബീബിനോട് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഹാദല്ലദീ അൻത മുസ്തമിലു അലൈഹി യാ റസൂലല്ലാഹ്, എന്താണ് നബി നിങ്ങൾ ഈ ചുറ്റി വന്നത്? എന്തോന്ന് ചുറ്റിയിട്ടുണ്ടല്ലോ ഇവിടെ രണ്ട് സൈഡിൽ എന്താണ് ചോദിച്ചു. ഫകശഫഹു ഫൈദാഹു ഹസനുൻ വഹുസൈനുൻ, അല്ല അവർക്ക് ഈ രണ്ട് ഊരമ്മലും പറ്റിപ്പിടിച്ച് നിൽക്കാണ്. രണ്ട് ഊരമ്മലും പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ് ഹസനും ഹുസൈൻ. ഒരു ഭാഗത്ത് ഹസനുണ്ട്, ഒരു ഭാഗത്ത് ഹുസൈനുണ്ട്. പറ്റിപ്പിടിച്ച് ഊരമ്മൽ പറ്റിപ്പിടിച്ച് ഊരമ്മൽ ഏറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് കുട്ടികളെയും ഊരമ്മൽ ചുമന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സംസാരിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവരിങ്ങനെ രണ്ട് സൈഡിൽ പറ്റിപ്പിടിച്ച് ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ആദാനി ഇബ്നായ, ഇത് രണ്ടാളും എന്റെ മക്കളാണ്. വബിനാ ബിൻതി ഇബ്നതി, എന്റെ മോളുടെ മക്കളാണ്, എന്റെ കുട്ടികളാണ്. എന്റെ മോളെ മക്കളാണ്, എന്റെ കുട്ടികളാണ്. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബുഹുമാ, അല്ലാഹുവേ തീർച്ചയായും എനിക്ക് ഇവരെ രണ്ടാളും ഇഷ്ടമാണ്. അല്ലാഹുവേ നീയും ഇവരെ ഇഷ്ടപ്പെടണമേ. വഹിബ്ബ മൻ യുഹിബ്ബുഹുമാ, ഇവരെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അവരെയും ഇഷ്ടപ്പെടണമേ. ഈ രണ്ട് കുട്ടികളെ ആരിഷ്ടപ്പെടുന്നുവോ അവരെ നീ ഇഷ്ടപ്പെടണമേ റബ്ബേ. അള്ളാഹു ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഇതെന്റെ കുട്ടികളാണ്, എന്റെ മോളെ മക്കളുമാണ്. മാത്രമല്ല ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബുഹുമാ വഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ, അല്ലാഹുവേ എനിക്ക് ഇവരെ രണ്ടാൾ ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും ഇവരെ രണ്ടാൾ ഇഷ്ടപ്പെടണമേ അല്ലാഹ്. ഇവരെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അവരെയും നീ ഇഷ്ടപ്പെടണമേ റബ്ബേ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ എന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആരാണ് പറയുന്നത്? മഹാനായ റസൂലുള്ളാഹിയുടെ വളർത്തുമോനായ സയ്യിദ് റളിയല്ലാഹുവിന്റെ പൊന്നുമോൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. നാം ചിന്തിക്കണം, അഹ്ലുബൈത്തില്ലെങ്കിൽ ഉമ്മത്ത് ഊഷരമായി പോവും. അഹ്ലുബൈത്തില്ലാത്ത ഭൂമിയിൽ ഉമ്മത്തിൽ ഒരു നന്മയും മുളപൊട്ടുകയില്ല. അഹ്ലുബൈത്തില്ലാത്ത ഭൂമി ഊഷര ഭൂമിയാണ്, ഒന്നും മുളപൊട്ടൂല. ഇതൊക്കെയാണ് എന്തൊക്കെ വിമർശനങ്ങൾ വന്നാലും ഞാൻ ഈ നന്മയെ പുറത്തു കൊണ്ടുവരുന്നത്. എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഈ നന്മയെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എടുക്കാനുള്ള കാരണം ഉമ്മത്ത് ഇന്ന് ഊഷരഭൂമിയെ പോലെയാണ്, ഒന്നും മുളക്കാത്ത ഊഷരഭൂമിയെ പോലെയാണ് ഇന്ന് മുസ്ലിം സമുദായം. അത് വീണ്ടും പച്ച പിടിക്കേണ്ടതുണ്ട്. അതിന് അഹ്ലു ബൈത്തിന് നൽകുന്ന പ്രാധാന്യം നൽകുകയും അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യാൻ അവരെ സ്വതന്ത്രമായി വിടുകയും വേണ്ടതാണ്. സ്വതന്ത്രമായി വിടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഫ്രെയിമിൽ നിന്നുകൊണ്ട് അവരുടെ പിതാക്കന്മാർ നിർവഹിച്ച ധർമ്മം അവർ നിർവഹിക്കാൻ അവരെ സ്വതന്ത്രമായി വിടണം. അവർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും യഥാർത്ഥ വാഹകരും പ്രചാരകരുമായി സമൂഹത്തിൽ ധീരതയോടെ സ്വതന്ത്രമായി എണീറ്റ് നിൽക്കാൻ അവർക്ക് കഴിയണം. അവരുടെ വായു മൂടിക്കെട്ടരുത്. അവരുടെ സ്വതന്ത്രമായി അവർക്ക് പറയാനുള്ള ന്യായങ്ങൾ ധർമ്മവും സത്യവും ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ 14 നൂറ്റാണ്ട് കാലം അവർ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ അവർക്ക് വിട്ടുകൊടുക്കണം. എന്നാൽ ഉമ്മത്ത് വീണ്ടും പച്ച പിടിക്കും, യാതൊരു സംശയവും വേണ്ട. ആ നല്ല നാളെ പുലർന്നു വരും എന്നാണ് എന്റെ പ്രതീക്ഷ. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇതാ 83ാമത്തെ മജ്ലിസ് ഇവിടെ അവസാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയേണ്ടതറിയാനും ഉൾക്കൊള്ളാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. റബ്ബന തവഫനാ മുസ്ലിമീന വൽഹഖനാ ബിസ്സാലിഹീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എനിക്ക് വേണ്ടിയും മരിച്ചുപോയ എൻ്റെ ഉപ്പാക്ക് വേണ്ടിയും രോഗിയായ ഉമ്മാക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. السلام عليكم.